എന്നെ ക്ഷണിച്ച ക്രൈസ്റ്റ് ബ്ലെസ്സസിലേക്കുള്ള സ്വാഗതം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഞാൻ ജയിലിൽ വെച്ചിട്ടാണ് എൻ്റെ കർത്താവിന് കണ്ടുമുട്ടാനിടയായിത്തീർന്നത്. എന്ന് പറയുമ്പോൾ ജീവന് ശിക്ഷിക്കപ്പെട്ട് സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും സ്നേഹിക്കുന്ന കർത്താവിൽ യേശു ക്രിസ്തുവിന് അതുല്യമായ സ്നേഹം പൂജപ്രസന്റ് ജയിലിലേക്ക് എന്നെ തേടി വന്നു. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എന്നെ അത്ഭുതകരമായിട്ട് അതിശയം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അനുഭവം ഞാനത് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ജോസ് എന്നാണ്. എന്നെ അറിയപ്പെടുന്നത് വലപ്പാട് ജോസ് എന്നാണ്. എൻ്റെ അപ്പൻ്റെ പേര് റപ്പായി എന്നാണ്. അമ്മയുടെ പേര് മേരി എന്നാണ്. എൻ്റെ പേര് ജോസ് എന്നാണ്. അനിയത്തിമാരുടെ പേരൊക്കെ ക്രിസ്ത്യൻ പേരുകളാണ്. അനിയൻ്റെ പേരും ക്രിസ്ത്യൻ പേരാണ്. പക്ഷേ ദൈവമായിട്ട് യാതൊരു ബന്ധം എൻ്റെ ഭവനത്തില്ലായിരുന്നു. ഞാൻ ഓർമ്മ വയ്ക്കുന്ന സമയത്ത് അപ്പനൊരു കള്ളിഷാപ്പിൽ ജോലിക്കാരനായിരുന്നു. അവിടെ ആ മദ്യഷാപ്പ് വീടിനടുത്തായിരുന്നതിൻ്റെ പേരിൽ അവിടെ കടന്നു ചെല്ലുകയും അവിടുത്തെ മ്ലേച്ഛകരമാവുന്ന അനുഭവങ്ങൾ കണ്ട് ആ നിലയിൽ മുന്നോട്ട് നിങ്ങളുടെ ആയിത്തീരുന്നു. കാരണം എൻ്റെ ഭവൻ ദൈവമില്ലായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ കൊച്ചു പ്രായത്തിൽ എനിക്ക് ഈ സ്മഗ്ലിംഗ് ബിസിനസ്സുകാരനോട് ഭയങ്കര താല്പര്യമാണ്. അത് സിനിമയാണ് അതിന് പ്രചോദനം നൽകിയത്. ഇംഗ്ലീഷ് സിനിമയും ഹിന്ദി സിനിമയൊക്കെ ഞാൻ മാറി മാറി കാണുകയും അതിലെ നെഗറ്റീവ് കഥാപാത്രം, വില്ലൻ കഥാപാത്രം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ നിലയിൽ കഥാപാത്രങ്ങളാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണിതമായ ഫലമായിട്ട് പല കേസുകളിലൊക്കെ എൻ്റെ പേരിൽ ചെറുപ്രായത്തിലുണ്ടായി. കേസുകൾ ബന്ധത്തിൽ പല വട്ടം ജയിൽവാസം അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടായി. എന്നാൽ വീട്ടിലെ മൂത്ത മകൻ ഞാനായിരുന്നതിൻ്റെ പേരിൽ അപ്പൻ ജാമ്യം എടുക്കാനൊക്കെ ജയിലിൽ വരുമ്പോൾ എന്നെ കാണുമ്പോൾ പറയും, മോനെ, നീയാണ് വീട്ടിലെ മൂത്ത മകൻ, നിന്നെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നീ ഇപ്പം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന നിലയിലാക്കിയിരിക്കുകയാണ്. ഒന്നുപോലെ നീ ഞങ്ങൾ കൊന്നിട്ട് ജയിലിൽ കിടന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം, നല്ലവനായി ജീവിക്കുന്നെങ്കിൽ മാത്രം നിന്നെ ഞങ്ങൾ പുറത്തിറക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ആഗ്രഹം എങ്ങനെ പുറത്തിറങ്ങുന്ന ഒറ്റ ആഗ്രഹമായിരുന്നു. ഞാൻ അപ്പൻ്റെ അടുത്ത് വാക്ക് കൊടുത്തു, ഞാനിനി നല്ലവനായി ജീവിക്കും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു. അങ്ങനെ അപ്പൻ പലവട്ടം എന്നെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും എൻ്റെ പഴയ സ്വഭാവത്തിൽ കടന്നു പോകും. കാരണം കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പഴയ അവസ്ഥയിൽ കടന്നുപോയി. കേരളം വിട്ട് പല സ്ഥലങ്ങളിൽ കടന്നു പോകാനിടയായിത്തീർന്നു. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും. ബോംബെ, കാരണം ബോംബെ ആദ്യം തിരഞ്ഞെടുത്തത് അവിടെയാണ് സ്മഗ്ലിംഗ് രാജാക്കന്മാർ വാണിരുന്ന കാലം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഹാജി മസ്താൻ, കരിംലാല, അതുപോലെ തന്നെ ഭരതരാജ മുതലായവർ, അങ്ങനെ പലരും അവിടെ സ്മഗ്ലിംഗ് ബിസിനസ് നടത്തിയിട്ടുണ്ട്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ടുണ്ടെന്നുള്ളൊരു നില ചെറുപ്രായത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു വലിയ ആ നിലയിൽ ചെന്ന് പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ വന്നു. ആ നിലയിലേക്ക് മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഞാൻ താമസിച്ചത് ബോംബെ ധാരാവിലാണ്. അപ്പോൾ ആ ബന്ധങ്ങളെ ചെറുത് കിട്ടിയെങ്കിലും അതൊക്കെ വല്ലാത്ത നിലയിൽ നിൽക്കല്ലില്ലാത്തൊരവസ്ഥ ബോംബെയിൽ കടന്നു വന്ന് ഞാൻ വീണ്ടും നാട്ടിലേക്ക് കടന്നു വന്നു. നാട്ടിൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ ജോലിയൊക്കെ സമ്പാദിച്ചു. എറണാകുളത്ത് ജോലി സമ്പാദിച്ചതിന് മുന്നോട്ട് നീങ്ങവേ വീണ്ടും എൻ്റെ പഴയ പൈസ ഉണ്ടാക്കുന്നൊരു വ്യാമോഹം എൻ്റെ ഉള്ളിൽ ശക്തമായി വ്യാപരിച്ചു. അതിൻ്റെ പരിണിതമായ ഫലമായിട്ട് പല തട്ടിപ്പ് പ്രസ്ഥാനം നേതൃത്വം കൊടുക്കാനിടയായിത്തീർന്നു. കള്ളനോട്ട് കൊടുക്കാത്തവരും കൊടുക്കത്തില്ല, വിസ തട്ടിപ്പ്, ഇങ്ങനെ പല പരിപാടികളിലും ഞങ്ങൾ ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പോലീസിന് പരാതി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു. ഇഷ്ടംപോലെ ചെറുപ്പക്കാർ ഞങ്ങളോടുകൂടെ എറണാകുളത്തുള്ള പല ടീമുകൾ ഞങ്ങളുമായി സഹകരിക്കാനിടയായിത്തീർന്നു. ഗുണ്ടാ ടീമുകൾ. അങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠനത്തോട് വന്ന് കടന്നു വന്നു.
താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ കൊലക്കേസ് വിധിയായി. കോളേജിൽ നടന്ന സംഭവമാണ്. അപ്പോൾ അവന് പ്രതികരിക്കാനായിട്ട് ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങൾ അവൻ്റെ പിന്നിൽ നിന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിൽ സുഖവന്മാരായിരിക്കുന്ന കുറേ ചെറുപ്പക്കാരും എന്നും ചെയ്യാൻ മടിയാത്ത കുറേ പേരും കൂടി ഒരുമിച്ച് കൂടി അതിൻ്റെ പരിണിതമായ ഫലം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഒരു ഭീകരാന്തരം സൃഷ്ടിക്കത്തക്ക നിലയിൽ ഞങ്ങൾ വളർന്നു കഴിഞ്ഞു. അങ്ങനെ നടക്കുമ്പോൾ അനേകരെ ഞങ്ങൾ ആവശ്യമായി വന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആവശ്യമായിരുന്നു, അബ്കാരി കോൺട്രാക്ടേഴ്സിന് ആവശ്യമായിരുന്നു, ഫിലിം പ്രൊഡ്യൂസേഴ്സിന് ഞങ്ങൾ ആവശ്യമായിരുന്നു. അങ്ങനെ പല നിലയിലുള്ള ബന്ധങ്ങൾ ആ സമയം കിട്ടി. അങ്ങനെ മുന്നോട്ട് പോകവേ ഒരു കൊലക്കേസ് പ്രതിയായിട്ട് ഞാൻ പിടിക്കപ്പെട്ടു. അതൊരു വാടക കൊലയാളി നിലയിലാണ്. ഞാൻ മാത്രം എന്നോട് കൂടെ വേറെ 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 8 പേരാണ് കേസിനാസ്പദമായി പിടിക്കപ്പെടേണ്ടതായിത്തീരുന്നത്. 8 പേരും 7 പേര് സമൂഹത്തിൽ ഉന്നതരാണ്, സാമ്പത്തിക ശേഷിയുള്ളവരാണ്, എല്ലാം ഉള്ളവരാണ്. എന്നാൽ ഞാൻ സാമ്പത്തിക ശേഷിയുള്ളവരല്ലെങ്കിലും എല്ലാവരെക്കാളും വലിയവനായിട്ട് ഞാൻ ജയിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. 3 മാസം മട്ടാഞ്ചേരി സബ് ജയിലിൽ കഴിഞ്ഞു. അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങി. എറണാകുളത്തിൻ്റെ ക്രിമിനൽ ലോയേഴ്സായിരിക്കും 4 അഡ്വക്കേറ്റുമാരുടെ കേസ് വായിച്ചു. ഒന്ന് എം എൻ സുകുമാരൻ നായർ, കുഞ്ഞിരാമൻ മേനോൻ, തോമസ് പി ജേക്കബ്, ടി വി പ്രഭാകരൻ. ഈ 4 പേരും അന്നത്തെ കാലഘട്ടത്തിൽ ക്രിമിനൽ ലോയേഴ്സായിരുന്നു. അവരായിരുന്നു ഞങ്ങൾ അഡ്വക്കേറ്റ്. അങ്ങനെ ഈ അഡ്വക്കേറ്റുകൾ 4 പേര് പറഞ്ഞത് അതാണ്, കേസ് ശിക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. മട്ടാഞ്ചേരി സബ് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചിരുന്നു. കാരണം ഞാനൊരു കൊലക്കേസ് പ്രതിയാണെന്ന് അവൾക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ സ്നേഹിച്ചു. കല്യാണത്തിൻ്റെ ഏതൊരു സമയമായപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഞാൻ ആള് ശരിയല്ല എന്ന് മനസ്സിലായി. പക്ഷേ രക്ഷപ്പെടാനായിട്ട് പോകുമ്പോഴൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് നടത്തി. കേസ് ശിക്ഷിക്കത്തില്ലെന്ന് ഉറപ്പായിരുന്നു അതിൻ്റെ ആധാരം. അതിനുശേഷം പള്ളിയിൽ കല്യാണമൊക്കെ നടത്തി. അങ്ങനെ മുന്നോട്ട് പോകവേ 1991 ഏപ്രിൽ മാസം 11-ാം തീയതി എന്നെയും 7 കൂട്ടുകാരെയും 8 പേരെയും ജീവത ശിക്ഷിച്ച് പൂജ പ്രസിഡന്റിലേക്ക് കടന്നു വരേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ ജയിലിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ജയിലിനകത്ത് സീനിയർ തടവുകാർ പലരും എൻ്റെ പഴയകാല സുഹൃത്തുക്കളാണ്. അവരൊക്കെ തന്നെ വളരെ സ്വാധീനമുള്ളതിൻ്റെ പേരിൽ അവരൊക്കെ ഞങ്ങൾ വന്ന് കാണുകയും അങ്ങനെ ഒരു ബന്ധമുള്ളതിൻ്റെ പേരിൽ ജയിലിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ 7 പേരും സമൂഹത്തിൽ ഉന്നതരായിരുന്നു, സാമ്പത്തിക ശേഷിയുള്ളവരാണ്. 7 പേരും പരോളിലൊക്കെ ഇറങ്ങി. എന്നാൽ ഞങ്ങൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് ജയിലിൽ കിടക്കുന്ന പല സഹോദരന്മാരും ദൈവത്തിന് സ്നേഹമായിട്ട് ഞങ്ങൾ മുന്നിൽ കടന്നു വരാറുണ്ട്, യേശുവിനെ കുറിച്ച് അറിയിക്കാറുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാനുള്ള മനസ്സെനിക്കുണ്ടായിരുന്നില്ല. കാരണം സീനിയർ തടവുകാർ എൻ്റെ കൂട്ടുകാരാണ്. അവരെല്ലാവരും കളിയാക്കുന്നത് കണ്ടപ്പോൾ ഞാനും അവരെ കൂട്ടത്തിൽ കളിയാക്കുക പതിവായിരുന്നു. എന്നാൽ 7 പേരും പരോളിലിറങ്ങി. പോലീസുകാരുമായിട്ട് ഞാൻ എപ്പോഴും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് കയറിക്കുക, അങ്ങനെ പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ എന്നെ ഒന്ന് കുടുക്കാനായിട്ടുള്ള പണി അവർ ആവിഷ്കരിച്ചു. 7 പേരും പരോളിലിറങ്ങി. എന്നെ മാത്രം പരോളിലിറക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വളരെ ഞാനീ പറയുന്നതൊക്കെ പടമാണ്. എന്നുവെച്ചെങ്കിൽ ഇവനൊന്നുമില്ല, ഇവൻ വെറും എന്താ പറയുക എന്തൊക്കെയുള്ള ഭാവത്തിൽ നടക്കുന്നവനാണെന്നുള്ള ചിന്തയാണ് പോലീസുകാരെ ഭരിക്കേണ്ടതായിരുന്നത്. അപ്പോൾ അവരൊരു കെണി ഇറക്കി എന്നെ എങ്ങനെ ഒതുക്കണം. അങ്ങനെ അവരൊരു പ്ലാൻ ചെയ്ത് ആ പ്ലാനിൽ ഞാൻ ചെന്ന് പെട്ടു. കുറേ അനിതമായി കുറേ പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് തപ്പി പോലീസ് പിടിച്ചു. അന്ന് എനിക്ക് കുറേ അടി കിട്ടി. പിറ്റേ ദിവസം രാവിലെ ജയിലിനകത്ത് നമ്മുടെ ജയിൽ പൂജ പ്രസിഡന്റ് അടച്ചു കഴിഞ്ഞാൽ ആദ്യം കണ്ടത് ജയിൽ ടവറാണ്. ആ ടവറിനകത്ത് കയറ്റി ശരിക്കും ഒരു 5-8 പോലീസുകാരനെ കൈകാര്യം ചെയ്തു. അത് രാവിലെ തന്നെയാണ് സംഭവം നടക്കുന്നത്. സെൻട്രൽ ജയിലിനകത്ത് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പല വ്യക്തികളും മിക്കവാറും പേരെ ജോലിക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ ടവറിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ടവറിൻ്റെ മുമ്പിൽ വെച്ച് നമ്പർ വിളിക്കുന്ന സമയത്താണ് എന്നെ ഈ ടവറിനകത്ത് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും എല്ലാവരും അറിയുകയും കേൾക്കുകയും ചെയ്തു. എന്നെ അടിക്കുന്നതും എൻ്റെ ശബ്ദം കേൾക്കുന്നതും ഒക്കെ അവർ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ജയിലിനകത്ത് ഞാൻ എന്തോ ആണെന്നുള്ള നിലയിലാണ് ഞാൻ ഒരു നിഗളിയായിരുന്നു. ഞാൻ നിഗളി എന്ന് പറയുമ്പോൾ ബൈബിൾ പറഞ്ഞ പോലെ നിഗളികളോട് ദൈവം ചെയ്യുന്നു എന്നും എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ കൃപ വരത്തുള്ളൂ. അപ്പോൾ നിഗളിയായിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ
ഇവരെ എല്ലാം കണ്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെ മുന്നിൽ ഞാൻ തളർന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം പരോളിറങ്ങി. എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. ആത്മഹത്യ ചെയ്യുന്നുണ്ട്, പക്ഷെ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളും ജയിലിനകത്ത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മാനസികമായിട്ട് ഞാൻ തകർന്നു, ശാരീരികമായി തകർന്നു. പിന്നെ എൻ്റെ ഭാര്യയുടെ വളരെ തകർന്ന ലെറ്ററുകൾ ജയിലിൽ വന്നുകൊണ്ടിരുന്നതിനിടയിൽ സമയത്ത് ഞാൻ ശിക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അവൾക്ക് അപ്പനമ്മയ്ക്ക് ഒരൊറ്റ മകളുണ്ടായിരുന്നുള്ളൂ. അവളും വളരെ വേദനയോടുള്ള ലെറ്ററുകൾ ജയിലിലേക്ക് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം മാനസികമായിട്ട് ഞാൻ തകർന്നു, ശാരീരികമായി തകർന്നു. അങ്ങനെയൊക്കെ സമയത്ത് ഈ ജയിലിനകത്ത് സുരക്ഷ അറിയിക്കുന്ന ഈ സഹോദരന്മാർ വീണ്ടും കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ജോസേ, നിന്റെ നീറുന്ന വിഷയങ്ങൾ പരിഹാരം തരുവാനായിട്ട് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും എന്ന് പറയുന്നതിനകത്ത് ഒരു ശക്തമായിട്ട് പ്രാർത്ഥിച്ചാണ് കടന്നു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോൾ എനിക്ക് അംഗീകരിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. ശരീരം മുഴുവൻ ഞാൻ തളർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഈ സുവിശേഷത്തിന് ഭയങ്കര വിരോധമായിരുന്നു. അവർ തിരികെ പോയി. എന്നാൽ അന്ന് രാത്രിയിൽ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉറക്കമൊടി കഴിച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ വളരെ ഭാരത്തോടെ കഴിഞ്ഞൊരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ. അന്നും പതിപോലെ ഉറങ്ങാൻ കഴിയുന്ന ഉറക്കമില്ല. അങ്ങനെ ഒരു ചെറിയ മയക്കത്തിൽ ഈ 2 പേര് എൻ്റെ അടുത്ത് സൂക്ഷ്മം വരച്ച 2 പേര് എൻ്റെ പായിലിരിക്കുന്നതും അവരെൻ്റെ അടുത്ത് പറയുന്നില്ല. പക്ഷെ അവർ മുഖത്തിന് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവരുടെ മുഖത്ത് വലിയ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ടിരിക്കുന്ന മുഖം കണ്ടു. മാത്രമല്ല അവരുടെ ഹൃദയത്തിന് സമാധാനം അനുഭവിക്കുന്ന ബോധ്യമായി. അവർ ബൈബിള് അവർ 2 പേരെ കയ്യിലുണ്ട്. 2 പേരും ബൈബിൾ വെച്ച് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം അവരുടെ മുഖത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി സ്വപ്നമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നപ്പോൾ, എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ, എൻ്റെ കൊണ്ടുവർക്ക് അനേകം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ആരുമില്ല. ജയിലിനകത്ത് ചിലരുണ്ടെങ്കിലും അവരൊന്നും ശാസ്ത്രമായൊരു കൂട്ടുകാരല്ല. എന്നാൽ ഈ സഹോദരന്മാർ എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് അറിയിക്കുന്നത് എന്നുള്ള ചിന്ത ദൈവം നൽകി. ആ ചിന്ത നൽകി ഞാനതിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യമായി ദൈവസ്നേഹമാണ്, ദൈവമാണ് അവർ മാറ്റിയത്. എൻ്റെ പേരാണ് യേശുവിനെ കുറിച്ച് പറയുന്നത് എന്ന് ബോധ്യമായി. ഞാൻ തീരുമാനമെടുത്ത് ഇനി ദൈവമേ ഈ സഹോദരന്മാർ കടന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരുത്ത് ക്ഷമ ചോദിക്കുമെന്നും ഞാനൊരു ബൈബിൾ ആവശ്യപ്പെടുന്ന തീരുമാനം അന്ന് രാത്രി എടുക്കാൻ ഇടയായിത്തീർന്നു. ആ രാത്രി എടുത്ത് അന്ന് എനിക്ക് ദൈവം നൽകിയെന്ന് പറഞ്ഞ് സ്വസ്ഥമായി ഉറക്കം ദൈവം നൽകിയത്. ഉറക്കമില്ലാത്തൊരവസ്ഥ വളരെ ദയനീയമാണ്. അന്ന് സുഖമായി കിടന്ന് ഉറങ്ങുവാൻ ദൈവം സഹായിച്ചു. രാവിലെ പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പാനും ദൈവം കൃപ നൽകി എന്ന് പറയുമ്പോൾ പൂർണ്ണ ആരോഗ്യം എനിക്ക് ലഭിച്ചതായിരിക്കും ബോധ്യമായി. എനിക്കൊരു ഉന്മേഷം, ഒരു ചൈതന്യം എൻ്റെ ജീവിതത്തിൽ പകർന്നു പോലെ ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നു. ഉടൻ തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സഹോദരന്മാർ വീണ്ടും എൻ്റെ മുന്നിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവരെ വിളിച്ചു. സഹോദരന്മാരെ എന്നെ കടന്നു വരാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളെ തന്നെ വിളിക്കുന്നത് ചോദിച്ചു. കാരണം അതുവരെ അവരെ വളരെ കളിയാക്കിയിട്ടുള്ളതാണ് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങളെ തന്നെയാണ് അവർ വിളിക്കുന്നത് പറഞ്ഞു. അവർ 2 പേരും കടന്നു വന്നു. 2 പേരും കടന്നു വന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ദൈവം സത്യദൈവമാണ് എനിക്ക് ഇന്നലെ ബോധ്യമായി. ഞാൻ നിങ്ങളെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട്, വളരെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ഷമിക്കണം, എനിക്കൊരു ബൈബിൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞ സമയം തന്നെ ഒരാൾ ഓടിപ്പോയി ഒരു പുതിയ നിയമം ഗിഡിയൻസിന്റെ ബൈബിള് എൻ്റെ കയ്യിൽ കൊണ്ടുതന്നു. 2 പേരും 2 കവിളിൽ എന്നെ മാറി മാറി ചുംബിക്കേണ്ടതായിരുന്നു. കാരണം എനിക്ക് ആരുമില്ലായിരുന്നു. എല്ലാം ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് ഈ സഹോദരന്മാരുടെ സ്നേഹ പ്രകടനം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായി തീർത്തിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ വായന തുടങ്ങി. പുതിയ നിയമം ബൈബിൾ ഒരു വട്ടം ഞാൻ വായിച്ചു കഴിഞ്ഞു. എനിക്കൊന്നും വേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. 2ാമത്തെ വട്ടം വായിച്ചു. 3ാമത്തെ വട്ടം വായിച്ചപ്പോഴാണ് ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഇടപെടാൻ തുടങ്ങി. ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ വചനം ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. ഈ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. എന്താണ് ക്രിയ ചെയ്യുന്നത്? ഞാൻ പാപിയാണെന്നൊരു ബോധ്യമാണ് ദൈവം എനിക്ക് ആദ്യമായി നൽകിയത്. പിന്നീട് എന്റെയും പാപത്തിന് പരിഹാരത്തിനായാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് എന്നുള്ള ബോധ്യം കൂടി വന്നപ്പോൾ
ഞാൻ എൻ്റെ കർത്താവ് സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കരയാനിടയായിത്തീർന്നു. എൻ്റെ പാപങ്ങളെന്ന ദൈവം ഏറ്റു പറയാനിടയായിത്തീർന്നു. അവർ ദൈവസമാധാനം എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം പകർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ സമയത്ത് മദ്രാസിൽ വന്നിടത്ത് റെനി ജോർജ് താനും ജീവൻ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. താൻ ആ സമയത്ത് എന്നെ വലിയ സ്നേഹമായിരുന്നു. താൻ സുവിശേഷം ഒന്നും എൻ്റെ പറഞ്ഞിട്ടില്ലായെങ്കിലും തന്നെ ആ സ്നേഹം തന്നെ എന്നെ കീഴടക്കിയിട്ടുണ്ട്. ആ സ്നേഹത്തിൽ താൻ കടന്നിട്ട് പറഞ്ഞു, ജോസേ, നീ ബൈബിൾ വായിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ ബൈബിള് നീ ഒറ്റയ്ക്കൊന്ന് വായിച്ചാൽ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ജയിലിനകത്തൊരു ചാപ്പലുണ്ട്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അവിടെ അനേക ദേവദാസന്മാർ കടന്നു വരും. അങ്ങനെ ചാപ്പലിലേക്ക് ക്ഷണിക്കാനിടയായിത്തീർന്നു. ജയിൽ ചാപ്പലിനകത്ത് ക്ഷണിച്ചു. അങ്ങനെ ജയിൽ ചാപ്പലിനകത്ത് വന്നപ്പോഴാണ് അന്ന് പ്രിയ മോസസ് പാസ്റ്ററും തന്നോട് കൂടെ ചില ദേവദാസന്മാരുണ്ടായിരുന്നു ഒരുമിച്ച് വന്നിട്ടുള്ള മീറ്റിംഗ് ആരാധന നയിക്കുന്നതൊക്കെ കാണാനിടയായിത്തീർന്നു. അപ്പം ആദ്യമായിട്ട് എനിക്കൊന്നും വേണമെന്ന് മനസ്സിലായില്ല. കുറേ സമയം കഴിഞ്ഞു. പിന്നെ ജയിലിൽ കിടക്കുന്ന പലരും അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഉറപ്പായി. അപ്പോൾ ഒരു അഹങ്കാരമാണ് എൻ്റെ ജീവിതത്തിൽ കിടന്നത്. ആ സമയങ്ങളൊക്കെ ഇവരെക്കാൾ വലിയ സാക്ഷ്യം എനിക്ക് ഉണ്ട് എന്നുള്ള ചിന്തയാണ് എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അടുത്ത ആഴ്ച ഞാൻ തീരുമാനിച്ചു, എന്താണ്, ഞാനും സാക്ഷി പറയും എന്നൊരു തീരുമാനമെടുത്തു. ഞാൻ തയ്യാറാക്കി, കുറേ കാര്യങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നു. എന്നാൽ അന്നത്തെ ദിവസം ദൈവം എഴുന്നേൽപ്പിച്ചില്ല. രണ്ടാമത്തെ ദിവസവും രണ്ടാമത്തെ ആഴ്ചയും ആരാധന ബന്ധത്തിൽ ഞാൻ എന്തായാലും സാക്ഷി പറയും എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറായി വന്നെങ്കിലും അന്നും ദൈവം എഴുന്നേൽപ്പിച്ചില്ല. മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ സാക്ഷ്യം പറയാനൊരു തയ്യാറായി. ഞാൻ എഴുന്നേറ്റു. പക്ഷെ എഴുന്നേറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ മറ്റുള്ള പഠിച്ചു വെച്ചെല്ലാം മറന്നു. എനിക്ക് എന്തോ ഒരു ശക്തിക്ക് കീഴെ ഞാൻ ആയിരിക്കുന്നു. ഞാൻ വല്ലാതെ ഭാരപ്പെട്ട് ഞാൻ കരയാനിടയായിത്തീർന്നു. കരഞ്ഞു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ സങ്കീർത്തന ദൈവം നൽകി 31 സങ്കീർത്തനത്തിന്റെ 10 മുതൽ 16 വചനമാണ് ദൈവം എടുത്ത് ആദ്യമായിട്ട് ഇടപെട്ടത്. പൈസലോൺ അല്ലല്ലോ, അതാരും പറഞ്ഞിട്ടല്ല, അത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ 31 സങ്കീർത്തനത്തിന്റെ 10 മുതൽ 16 വരെ വചനം ഞാൻ വായിച്ചു. അതിനെങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവർഷങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. എൻ്റെ വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. മരിച്ചു പോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപസ്തുതി ഞാൻ പലരുടെയും വായിൽ നിന്നും കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു, എൻ്റെ ജീവനെടുത്ത് കളയാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് വിടുവിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ എന്നുള്ള വചനമാണ് ദൈവത്തിന് നൽകിയത്. ഞാനത് സാക്ഷ്യമായിട്ട് വചനം പറഞ്ഞു. ഞാൻ ഇരുന്നു. ഞാൻ പറഞ്ഞ് പിടിച്ചു വെച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് ദൈവം കടന്നു വന്നു. അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ദൈവമായിട്ട് വലിയ ബന്ധത്തിൽ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് സമയമെടുത്തു. അവള് പ്രസവത്തിന് സമയമെടുത്തു. റാന്നിയിൽ മേനന്തോട്ടം ഹോസ്പിറ്റലിൽ എനിക്കൊരു മകനെ ജന്മം നൽകി. അത് എന്നെ ജയിലിലേക്ക് അറിയിച്ചു. മകനെ നമുക്ക് നൽകിയെന്നും പറഞ്ഞ് ജയിലിലേക്ക് ലെറ്റർ ഇട്ട് അറിയിച്ചു. അതിനുശേഷം ഞാൻ പോലും പറയാതെ പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ജയിലിനകത്ത് കാണാമെന്നൊരവസ്ഥയുണ്ട്. അത് ഒരു മനുഷ്യനും അത് വിവരിക്കാൻ പറയുന്ന കാര്യമല്ല, പെടുന്ന കാര്യമല്ല. കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഭാര്യ ജയിലിലേക്ക് കൊണ്ടുവരികയാണ് കാണാനായിട്ട്. കണ്ടു. ഞാൻ എന്നെ പുറത്തിറക്കി ഞാൻ അവനെ തോളിട്ടു. അപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവും, മാത്രമല്ല അതുവരെ ഞാൻ ദൈവത്തിനെ തീരുമാനിച്ചെങ്ങനെയാണ്, ദൈവമേ, നിന്റെ സമയമാകുമ്പോൾ ഈ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ മതിയെന്നാണ് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരുത്തി. ദൈവമേ, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കണം എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിക്കുകയും ദൈവത്തിൻ്റെ എല്ലാ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാനിടയാകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഒരുക്കുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല,
ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. അപ്പൊ ദൈവം എന്ത് ചെയ്തു? എൻ്റെ കൂട്ടുകാർ പലപ്പോഴും അവർ പരോൾ ഇറങ്ങിയിട്ട് അവർ അഡ്വക്കേറ്റ് കാണാൻ പോകാറുണ്ട്. എൻ്റെ അഡ്വക്കേറ്റ് അന്ന് MS സുകുമാരൻ നായരാണ്. ഈ അഡ്വക്കേറ്റ് കാണാൻ പോയപ്പോൾ അഡ്വക്കേറ്റ് ചോദിച്ചു, നിങ്ങളൊക്കെ ഇറങ്ങി, ജോസിനെ ഇറക്കാൻ, ജോസ് ഇറങ്ങിയില്ലല്ലോ, എന്ത് അവൻ ഇറങ്ങാത്ത എന്താ എന്ന് ചോദിച്ചപ്പോൾ അവനെ ഇറക്കാൻ ആരുമില്ല എന്ന് അവർ പറയാനിടയായി തീർന്നു. അവനെ ഇറക്കാൻ ആരുമില്ല. അത് ആ ഒരു വാക്ക് കേട്ടപ്പോൾ ബൈബിൾ പറഞ്ഞു, രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്കെ യഹോവയുടെ കാര്യം ഇരിക്കുന്ന എനിക്ക് ഇഷ്ടത്തേക്ക് തിരിക്കുന്നതൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ ഹൈന്ദവനായിരുന്ന അഡ്വക്കേറ്റ് ഹൃദയത്തിൽ ദൈവം ഇടപെട്ടു. അദ്ദേഹം എൻ്റെ കേസ് ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിന് വേണ്ടി പുഷ് ചെയ്തു. ജസ്റ്റിസ് KT തോമസിന്റെ ബെഞ്ചില് എനിക്ക് ജാമ്യം കിട്ടി. എന്നെ പുറത്തേക്ക് ഇറക്കുവാൻ ദൈവത്തെ പ്രസാദം തോന്നി. അപ്പൊ ഹൈക്കോടതി ജാമ്യം കിട്ടി. ശനിയാഴ്ചയാണ് ജാമ്യം കിട്ടിയത്. ശനിയാഴ്ച ഓർഡർ വന്നിട്ടില്ല. പക്ഷെ ഞാൻ അറിഞ്ഞു എനിക്ക് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞു. വീണ്ടും ഞായറാഴ്ച വന്നു. ആ ഞായറാഴ്ച ആരാധന ബന്ധത്തില് ഇങ്ങനെ സംസാരിച്ചു. അതിനകത്ത് 31 സങ്കീർത്തനത്തിന്റെ അതിന്റെ 21 വചനമാണ് കേട്ടോ. അതിലെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്നും ഛേദിക്കപ്പെട്ടു പോയി എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുള്ളവരെ അവനെ സ്നേഹിപ്പിൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പുറത്തേക്ക് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ളവരുമായി ധൈര്യപ്പെട്ടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് എൻ്റെ സഹോദരന്മാർക്ക് ഒരു ആഹ്വാനമായി ഞാൻ കൊടുത്തു. അവനെ എന്ത് ചെയ്യണം? ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. വിശ്വസ്തന്മാരെ മാത്രമേ കാക്കത്തുള്ളൂ. അഹങ്കാരം പ്രവർത്തിക്കുന്നതിൻ്റെയും ധാരാളം പകരം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം പറഞ്ഞ് ചെറിയ കാര്യം പ്രബോധിപ്പിച്ച് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു. എൻ്റെ അപ്പൻ, അമ്മ, എൻ്റെ സഹോദരിമാര് 3 പേര്, അനിയൻ, അവരുടെ അടുത്തൊക്കെ പ്രാർത്ഥനയുടെ കാര്യം ക്രമീകരിച്ചു. വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനമ്മയും മാനസാന്തരപ്പെട്ടു. എൻ്റെ അനിയത്തിമാര് 3 പേരും മാനസാന്തരപ്പെട്ടു. അനിയൻ മാനസാന്തരപ്പെട്ടു. എൻ്റെ ഭാര്യയുടെ കൂടെ വടശ്ശേരിക്കരയിലാണ്. വടശ്ശേരിക്കടുത്ത് മാമ്പാറ എന്നൊരു സ്ഥലത്താണ്. അവളും അവളുടെ അമ്മയും സ്ഥാനപ്പെട്ടു. ഞങ്ങൾ വളരെ സന്തോഷകരമായ നിലയിൽ മുന്നോട്ട് നീക്കുവാൻ കർത്താവിനെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുക്കിയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കുള്ള വഴിയല്ല, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ടുള്ള വഴി ദൈവത്തിന്റെ വഴി. ദൈവം നമുക്ക് ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, മനുഷ്യരുടെ തോന്നിച്ചില്ല എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ ദൈവം അത്ഭുത മന്ത്രിയാണ്. നമ്മൾ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. നഷ്ടപ്പെട്ട ജീവിതം തിരികെ നൽകി. അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. പിന്നീടുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്നും ദൈവം അത്ഭുതമായി വിടുവിക്കാനിടയായി തീർന്നു. കേസ് തന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി വെറുതെ വിട്ടു. അതിനുശേഷം ഈ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഞാൻ ജയിലിൽ പോയി സമർപ്പിച്ചവരാണ്. ജയിലിലെ പ്രവർത്തനങ്ങളും പരസ്യ മീറ്റിങ്ങുകളുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവം സന്തോഷം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നിട്ട് നോക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ ലോകത്ത് മാറ്റപ്പെട്ടു. എറണാകുളത്ത് അടക്കി വാഴിയ അടക്കി വാണിരുന്ന ചില ഗാങ് ലീഡേഴ്സുണ്ട് അന്നത്തെ കാലത്ത്. അതിൽ പോർക്കും കൂടുന്ന ഒരു ടീമുണ്ടായിരുന്നു. ലിൻഡോ എന്നൊക്കെ പറയും. ലിൻഡോ ഇന്ന് ലോകത്തില്ല. ലിൻഡോ മരണപ്പെട്ടു. അതുപോലെ തന്നെ കത്തിക്കട സ്ഥലമുണ്ട്. അവിടെ റാഫി എന്ന പുള്ളിണ്ടായിരുന്നു. അവനും ലോകത്ത് മാറ്റപ്പെട്ടു. പിന്നെയാണെങ്കിൽ 18 എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അതിൽ സതീഷ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ചമ്പക്കരയാണ്. അവനും മരണപ്പെട്ടു. എൻ്റെ കൂടെ നടന്ന ജയപ്രകാശ് എന്നൊരു JP ബോംബെയിൽ വെച്ച് ദുരൂഹസാഹചര്യത്തിൽ മരണപ്പെട്ടു. എൻ്റെ കൂടെ നടന്നതായിരിക്കുന്ന സുരേഷ് എന്നൊരു വ്യക്തി ആലുവ സ്വദേശിയാണ്. കത്തി സുരേഷ് എന്നറിയപ്പെടും. അവരുടെ നാട്ടുകാർ തല്ലിക്കൊല്ലുവാനിടയായിത്തീർന്നു. എന്നോടുകൂടെ വന്ന സുഗതൻ തേവര സ്വദേശികളെ തന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലുവാനിടയായിത്തീർന്നു. എന്നോടുകൂടെ നടന്ന ക്ലൈസൻ തേവര സ്വദേശികൾ തന്നെ ആളുമാർ തന്നെ കുത്തിക്കൊല്ലുവാനിടയായിത്തീർന്നു. എന്നോടുകൂടെ നിന്ന ജോർജ്, ഭീകരൻ ജോർജ് അറിയപ്പെടുവാൻ ആത്മഹത്യ ചെയ്തു.
പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇന്നും എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ അറിഞ്ഞില്ലായിരുന്നു എൻ്റെ അവസ്ഥ വളരെ ദയനീയമാകുമായിരുന്നു. എന്നേ ലോകത്ത് മാറ്റപ്പെട്ടു കൊണ്ട് എന്നെ എൻ്റെ കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അല്ല, എന്നെ മാത്രമല്ല, എൻ്റെ ഭാര്യയെ കണ്ടു, എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു. ജയിലിൽ കടന്നു പോകുന്ന പലരുടെയും കുടുംബം വളരെ തകർന്നു പോകുന്ന അവസ്ഥകളാണ്. എൻ്റെ ഭാര്യയുടെ ദയനീയമായ അവസ്ഥ എന്ന് പറഞ്ഞ് വളരെ ദയനീയമായിരുന്നു. എന്നാൽ കർത്താവിനെ സ്നേഹിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. 2 കുട്ടികളെ ദൈവം എനിക്ക് നൽകി. 2 പേരെയും പഠിപ്പിച്ചു. 2 പേരും കർത്താവിൻ്റെ വേലയിലാണ്. പ്രൈസ് ദി ലോർഡ്. മോൻ ഡാനി എന്നവൻ്റെ പേര്. അവൻ പൂനെയിൽ ഒരു ചർച്ചിൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. താനും കുടുംബം 2 കുഞ്ഞുങ്ങളുണ്ട്. സന്തോഷകരമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മോള് അവൾ ടീച്ചറായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഭർത്താവും സുശിക്ഷകനാണ്. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. സന്തോഷകരമായിട്ട് അവരും കുടുംബം നയിക്കുന്നു. ഞങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഞങ്ങളെ കൊണ്ടു നടക്കുന്നു. അത്ഭുതമായി ദൈവം മുന്നോട്ട് നയിക്കുന്നു. അനേകരെ, ഈ ക്രിമിനൽ സ്വഭാവമുള്ള അനേക വ്യക്തികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ദൈവം ഒരു മാനപാത്രമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, മറ്റൊരു രക്ഷയില്ല, രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ വേറൊരു നാമവുമില്ല, ഒരേ ഒരു നാമം, കർത്താവ് യേശു ക്രിസ്തു, അതുല്യമായ നാമം. ജയിലിനകത്ത് സുവിശേഷമായി കടന്നു വന്ന പ്രിയ മോസസ് പാസ്റ്റർ ഒന്നൊരിക്കലും മറക്കാൻ ഞാൻ കഴിയത്തില്ല. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾ ആത്മീയമായി ബലപ്പെടുന്ന ചെയ്തതിൽ മുൻപന്തി നിന്ന വ്യക്തിയാണ്. അനേകർ വന്നിട്ടുണ്ടെങ്കിലും മോസസ് പാസ്റ്റർക്ക് വളരെ ശക്തമായിട്ട് ഞങ്ങളെ ആത്മീയമായിട്ട് വളരാൻ സഹായിച്ചൊരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യ സമയങ്ങളിലൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി തൻ്റെ മാതാവും തന്നെ ചർച്ചിൽ കടന്നു പോകാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ആ സമയങ്ങൾ ഈ സമയങ്ങൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ദൈവം എത്ര കരുണയുള്ളവരാണെന്നറിയും. ഏത് നീചമായി രക്ഷിപ്പാൻ യേശുള്ളത് വരാനും കഴിയത്തില്ല. ഇന്ന് കേരളത്തിൽ തന്നെ 3 സെൻട്രൽ ജയിലുണ്ട്, 2 ഓപ്പൺ ജയിലുണ്ട്, വനിതാ ജയിലുണ്ട്, ജില്ലാ ജയിലുകളുണ്ട്, സബ് ജയിലുകളുണ്ട്, സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്, കുട്ടികളുടെ ജയിലുകളുണ്ട്. ഇത്രയും ഇതിനകത്ത് അനേകം ജയിലിൽ കഴിയുന്നുണ്ട്. ഇവരെ മാറ്റാനായിട്ട് ഒരിക്കലും പോലീസിന്റെ മൃഗങ്ങൾക്കോ നീതിന്യായ കോടതിക്കോ ജയിലിനോ ഇവരെ മാറ്റത്തിലേക്ക് നയിക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിന്റെ സ്നേഹം, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കർത്താവ് യേശു അതുല്യമായ സ്നേഹം ജയിലിനകത്ത് കടന്നു കരിങ്കൽ പാറ പോലുള്ള ഹൃദയങ്ങളെ അവരെ ഉറച്ച് അവരെ മാനപാത്രമാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയും. ഇന്നും ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ചില വ്യക്തികളാണ്. റെനി ജോർജ്, മദ്രാസ് എന്നറിയപ്പെടുന്ന റെനി ജോർജ് തന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പൗരനുള്ള അവാർഡ് പോലും തനിക്ക് ലഭിക്കാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അനേകരുണ്ട്, ജയിലിൽ നിന്ന് മാറ്റം വന്ന അനേകരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ദൈവം മാറ്റി. മുഹമ്മദ് എന്നറിയപ്പെടുന്ന ചന്ദ്രനെ ദൈവം മാറ്റി. 350-ൽ പരം കേസ് പ്രതിയായ ഒരു ബോൺ ക്രൈം എന്നറിയപ്പെടുന്ന ഒരു വലിയ മോഷ്ടാവിനെ ദൈവത്തിന്റെ വചനത്താൽ തന്റെ ജീവിതത്തെ മാറ്റം വരുത്തി ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാനായിട്ട് അവന് സഹായിച്ചു. തനിക്കൊരു കുടുംബം ദൈവം കൊടുത്തു, ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ഇപ്പൊ താൻ ലോകത്ത് മാറ്റപ്പെട്ടു. എങ്കിലും തന്നെ കുറിച്ച് വലിയ വലിയ വാർത്തകൾ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ളതായി ഒരു പേപ്പറിലൊക്കെ ഒരുപാടായി തീർന്നുണ്ട് ജീവിതത്തിൽ മാറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞത്, പോലീസ് ഒന്നൊരു വ്യക്തി മാറ്റാൻ കഴിയത്തില്ല. എത്ര വ്യക്തിയും ജയിലിലേക്ക് അടച്ചാലും ആ വ്യക്തിന് മാറ്റം വരണമെന്നില്ല. എൻ്റെ ഒരു സ്നേഹിതൻ, വളരെ കൂടെ നടക്കുന്നവരാണ്, അവരുടെ മാറ്റം വന്നിട്ടില്ല. 3 കൊലക്കേസിൽ പ്രതിയായിരുന്നു. 3 കൊലക്കേസ്. അതിനുശേഷം 2 കൊലക്കേസ് പോലുള്ളതായിട്ടുള്ള കേസുകൾ വേറെ 2 ഉണ്ടായി. ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടില്ല. അപ്പൊ എത്ര വർഷം ജയിലിൽ കഴിഞ്ഞാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്നില്ല. യേശുവിനെ അറിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. യേശു മാത്രമാണ് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവൻ. യേശു ഒരിക്കലും നീതിമാന്മാരെ തേടിയല്ല വന്ന് യേശു ഒന്ന് പാപികളെ തേടി യേശു വന്നത്. ആ യേശു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നീർന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ വിഷയങ്ങൾ പരിഹരിക്കുവാനായിട്ട് ലോകത്ത് മനുഷ്യന് കഴിയത്തില്ല. എന്നാൽ യേശുവിന് കഴിയാത്ത കാര്യമില്ല. കാരണം അവൻ സമാധാന പ്രഭുവാണ്. ആ യേശുവിന് കഴിയാത്ത കാര്യം ഒന്നും തന്നെയില്ല. യേശു എൻ്റെ ജീവിതം എനിക്ക് ദൈവം തിരികെ നൽകി. എൻ്റെ ഭാര്യയ്ക്ക് നല്ല ഭർത്താവായി, എൻ്റെ അപ്പനമ്മയ്ക്ക് നല്ല മകനായി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല പിതാവായി. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം എൻ്റെ യേശു തന്നു. യേശു വന്നൊരു വലിയ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിന് മഹത്വനായിട്ട്
നിലനിർത്തുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുക പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ച ദൈവദാസന്മാർ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.